നേരെ ചൂണ്ടിക്കൊണ്ടിരിക്കും. ഒരിക്കലും ആ വിരൽ സ്വയം ചൂണ്ടില്ല. അവർക്ക് എന്തിനേയും പഴി പറയാം. ഈ വ്യവസ്ഥയെ പഴി പറയാം, കൊറോണയെ പറയാം, മഴയെ പറയാം, മുതലാളിയെ പറയാം, തൊഴിലാളിയെ പറയാം, കീഴെയുള്ളവനെ പറയാം, മേലെയുള്ളവനെ പറയാം, ജീവിത പങ്കാളിയെ പറയാം, സുഹൃത്തുക്കളെ പറയാം, സ്വന്തം ബിസിനസ്സിനെ പറയാം, സാഹചര്യങ്ങളെ പറയാം, ജനിച്ച സാഹചര്യങ്ങളെ പറയാം, മാതാപിതാക്കളെ പറയാം, വിദ്യാഭ്യാസത്തെ പറയാം. എല്ലാത്തിനെയും ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? പഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഴി പറയുന്നൊരു കൂട്ടത്തിലാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പാവപ്പെട്ടവൻ്റേതാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ സൂചന ന്യായീകരണമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണം വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളെ? പണത്തിന് വലിയ പ്രാധാന്യമില്ലെന്ന് പറയുന്നവരെ ന്യായീകരിക്കുകയാണ്. ഇത് ഒരു ദരിദ്ര മൈൻഡ് സെറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. വലിയ പ്രാധാന്യമില്ലാത്തടത്ത് എന്തെങ്കിലും നിൽക്കുമോ? നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് പ്രാധാന്യമില്ലേ? നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങൾക്ക് പ്രാധാന്യമില്ലേ? അച്ഛനമ്മമാർ പ്രാധാന്യമില്ലേ? സുഹൃത്തുക്കൾ പ്രാധാന്യമല്ലേ? പ്രാധാന്യമില്ലാത്തടത്ത് പ്രാധാന്യമില്ലാത്ത ആരെങ്കിലും നിൽക്കുമോ? ഇല്ല, ഓടിപ്പോവും. പണവും അതുതന്നെയാണ്. നിങ്ങൾക്കത്